വന്നിരിക്കുന്നത് ബ്രെഡ് പിസ്സ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ നഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്താണ്. നിങ്ങളുടെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുതാക്കി മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു ചെറിയ സവാള വട്ടത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ബെൽ പെപ്പറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ്, കുറച്ച് ഒലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. ട്രേയിൽ ഞാൻ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ 3 ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡിന് മുകളിലായിട്ട് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. 3 ബ്രെഡിൽ നമുക്ക് പിസ്സ സോസ് ഇങ്ങനെ നന്നായിട്ട് ആക്കി കൊടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ആക്കി കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് എത്ര കൂടുതൽ വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ബെൽ പെപ്പേഴ്സ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി മുകളിലായിട്ട് ചിക്കൻ നഗറ്റ്സ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഒലീവ്സ്, ഇനി മുകളിലായിട്ട് കുറച്ചുകൂടി ചീസാക്കി കൊടുക്കാം. ചീസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതലാക്കി കൊടുക്കാം. ഇനി കുറച്ച് ഒറിഗാനോ, നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുകളിലായിട്ട് വേറൊരു ബ്രെഡ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ആക്കി കൊടുക്കാം. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഓവൻ ഇല്ലാതെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലും ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 6 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടുന്നവരെ മാത്രം മതിയാവും. ഇപ്പോൾ അതാ 6 മിനിറ്റ് കൊണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് സാൻഡ്വിച്ചൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ? അധിക സമയം നമ്മൾ ഓവനിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ബ്രെഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസ് നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം ഈ ഒരു സാൻഡ്വിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.